ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിളർന്ന് രാജ്യത്ത് ആദ്യമുണ്ടായ രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ഒരു കാർ അപകടത്തെ ചൊല്ലി ലോകത്താദ്യമുണ്ടായ രാഷ്ട്രീയ പാർട്ടിയും ഒരുപക്ഷെ കേരള കോൺഗ്രസ് തന്നെയായിരിക്കും. 1964 ഒക്ടോബർ മാസത്തിൽ കോട്ടയം തിരുനക്കര മൈതാനത്ത് വെച്ച് നായർ സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ പേരിടൽ ചടങ്ങ് നടത്തിയ കേരള കോൺഗ്രസ് പിന്നീട് നിരവധി കേരള കോൺഗ്രസുകളായി പിളർന്നു മാറിയെങ്കിലും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ 6 ദശാബ്ദക്കാലം നിർണായക ശക്തിയായി തുടരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളെല്ലാം തന്നെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ്. കേരളത്തിലെ എല്ലാ കേരള കോൺഗ്രസുകളെയും നയിക്കുന്നത് സ്ഥാപക നേതാക്കളുടെ മക്കളാണ്. അതും ഒരർത്ഥത്തിൽ ലോക റെക്കോർഡാണ് എന്ന് പറയാം. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ നയിക്കുന്നത് മാണിയുടെ മകൻ ജോസ് കെ മാണിയാണ്. ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസിനെയും ടി.എം. ജേക്കബിന്റെ കേരള കോൺഗ്രസിനെയും അവരുടെ മക്കളായ കെ.ബി. ഗണേഷ് കുമാറും അനൂപ് ജേക്കബും ഏറ്റെടുത്തിട്ടുമുണ്ട്. കേരള കോൺഗ്രസുകളിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ ജോസഫ് വിഭാഗത്തിന്റെ നേതാവ് പി.ജെ. ജോസഫും ഇപ്പോൾ രാഷ്ട്രീയം മതിയാക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകനായ അബു ജോൺ ജോസഫാണ് പാർട്ടിയുടെ നേതൃത്വം ഏറെക്കുറെ ഏറ്റെടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ബി.ജെ.പിയുടെ ഭാഗമായെങ്കിലും പി.സി. ജോർജിന്റെ രാഷ്ട്രീയ പിൻഗാമി അദ്ദേഹത്തിന്റെ മകനായ ഷോൺ ജോർജാണ്. ആന്റണി രാജുവിന്റെ കേരള കോൺഗ്രസ് സെക്യുലർ മാത്രമാണ് ഇതുവരെ പിൻഗാമിയെ പ്രഖ്യാപിക്കാത്തത്. കേരള കോൺഗ്രസ് രൂപീകരിച്ചതിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് 1965-ലേതായിരുന്നു. അന്ന് ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ നിയമസഭ ചേർന്നില്ല. ആ തെരഞ്ഞെടുപ്പിൽ 23 സീറ്റുകളും 12% വോട്ടുകളും നേടിയ പാർട്ടിയായിരുന്നു കേരള കോൺഗ്രസ്. അക്കാലത്ത് മുസ്ലിം ലീഗിനേക്കാൾ വലിയ രാഷ്ട്രീയ ശക്തിയായിരുന്നു കേരള കോൺഗ്രസ്. എന്നാൽ 70കളുടെ അവസാനം മുതൽ തുടങ്ങിയ പിളർപ്പുകൾ കേരള കോൺഗ്രസുകളെ 3-4 ജില്ലകളിൽ മാത്രം സ്വാധീനമുള്ള തികച്ചും ദുർബലമായ രാഷ്ട്രീയ പാർട്ടികളാക്കി മാറ്റുകയും ചെയ്തു. മന്ത്രിസ്ഥാനത്തെ മുൻനിർത്തിയാണ് കേരള കോൺഗ്രസിലെ പിളർപ്പുകളെല്ലാം ഉണ്ടായത്. ഇപ്പോഴത്തെ വലിയ കേരള കോൺഗ്രസ് ആയ മാണി വിഭാഗവും പിളർന്നാൽ അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല. ഇടതുമുന്നണി വിടാൻ ജോസ് കെ മാണി തീരുമാനിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ മന്ത്രിയായ റോഷി അഗസ്റ്റിനും ചീഫ് വിപ്പായ ജയരാജും കൂടി പാർട്ടി പിളർത്തും. അതുകൊണ്ടാണ് ചില കത്തോലിക്ക മെത്രാന്മാരിൽ നിന്നുമുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ട് പോലും മാണി വിഭാഗം ഇടതുമുന്നണി വിടാത്തത്. 1977 മുതൽ കേരള കോൺഗ്രസിൽ എത്ര പിളർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് കൃത്യമായി പറയുക സാധ്യമല്ല. പിളർന്നു മാറിയവർ വീണ്ടും തിരിച്ചു വരികയും അവർ തന്നെ വീണ്ടും പിളർന്നു മാറുകയും ചെയ്യുന്ന രാഷ്ട്രീയ വിസ്മയങ്ങളും കേരള കോൺഗ്രസുകളുടെ മാത്രം പ്രത്യേകതയാണ്. 1964 കേരള കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ നായർ ക്രിസ്ത്യൻ സമുദായങ്ങൾ ആ പാർട്ടിയിൽ തുല്യശക്തിയായിരുന്നു. അല്പം മുൻതൂക്കവും നായർ സമുദായത്തിനുണ്ടായിരുന്നു. എന്നാൽ പാർട്ടി രൂപീകരണത്തിന്റെ ഷഷ്ടിപൂർത്തി കഴിയുന്ന വർഷത്തിൽ കേരള കോൺഗ്രസുകളുടെ സുവർണകാലം അവസാനിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ അവസാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് ഇപ്പോൾ കേരള കോൺഗ്രസുകൾ. ദേശീയ തലത്തിലും ഈ പാർട്ടികൾക്ക് യാതൊരു പങ്കും വഹിക്കാനില്ല എന്നതും സവിശേഷതയാണ്. മലയോര മേഖലയുടെ രാഷ്ട്രീയം എന്നൊക്കെയുള്ളത് എടുക്കാച്ചരക്കായി മാറിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. ദേശീയ കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് മാത്രമേ കാർഷിക മേഖലയടക്കമുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇക്കഴിഞ്ഞ നാളുകളിലെ സംഭവ വികാസങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കി തരുന്നുമുണ്ട്. കേരള കോൺഗ്രസിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് മലയോര കർഷകരാണ്. എന്ന് വെച്ചാൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്ന മലയോര കർഷകർ ഇപ്പോൾ വലിയ രാഷ്ട്രീയ ശക്തി അല്ല എന്നതും ശ്രദ്ധേയമാണ്. അവരുടെ 4ാം തലമുറ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കായി മികച്ച അവസരങ്ങൾ തേടി ചെന്ന് പറ്റിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഒരു കർഷകനും തന്റെ മകനെ കാർഷിക വൃത്തിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുമില്ല. അവരുടെ മക്കളെല്ലാം തന്നെ ആസ്ട്രേലിയയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും തങ്ങളുടെ ജീവിതം പറിച്ചു നടുകയും ചെയ്തിട്ടുണ്ട്. ഭൂരിഭാഗം പേരും കേരളത്തിലേക്ക് തിരിച്ചു വരാൻ പോലും ആഗ്രഹിക്കുന്നുമില്ല. യുവാക്കൾക്ക് മറ്റു ലോക രാജ്യങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നതിന്റെ വലിയ മാറ്റം രാഷ്ട്രീയത്തിൽ ഇങ്ങനെ വേണമെങ്കിലും അടയാളപ്പെടുത്താവുന്ന കാലമാണ് ഇപ്പോഴെത്തിയിരിക്കുന്നത്. ക്രൈസ്തവ രാഷ്ട്രീയത്തിന് തന്നെ കേരളത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ ഇനി കഴിയുമോ എന്നത് സംശയമാണ്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റവും കുറഞ്ഞു വരുന്ന ജനസംഖ്യയും മൂലമുള്ള കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നാണെന്നുള്ളതാണ് ഇതിനൊരു പ്രധാന കാരണം. കൃത്യമായി പറഞ്ഞാൽ കത്തോലിക്കരും ഓർത്തഡോക്സുമെല്ലാം ഉൾപ്പെടുന്ന സിറിയൻ ക്രൈസ്തവർ. ഇത് കേരള കോൺഗ്രസുകളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. ഉജ്ജ്വല പ്രഭാവമുള്ളവരായിരുന്നു ആ പാർട്ടിയുടെ നേതാക്കൾ എന്നതും ശ്രദ്ധേയമാണ്. കഴിവിലും ഭരണശേഷിയിലും ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്കൊപ്പവും നിൽക്കുന്നവരായിരുന്നു കെ.എം. മാണിയാണെങ്കിലും ടി.എം. ജേക്കബ് ആണെങ്കിലും ആർ. ബാലകൃഷ്ണപിള്ളയും എല്ലാം തന്നെ. എന്നാൽ അവരെല്ലാം തന്നെ അധികാരമെന്ന ഏക കുറ്റിക്ക് ചുറ്റും കെട്ടിയ പശുക്കളെ പോലെയായിരുന്നു എന്നതുമാണ് രാഷ്ട്രീയത്തിലെ വലിയ വെല്ലുവിളിയായിരുന്നത്. നിരന്തരം അതിനു ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ അത്തരം ശക്തമായ നേതാക്കളുടെ പരമ്പര കേരള കോൺഗ്രസിൽ അവസാനിച്ചു കഴിയുകയും ചെയ്തു. പുതുതലമുറ നേതൃത്വത്തിന് മുൻഗാമികളെ പോലെ ശക്തമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താനുള്ള കഴിവുമില്ല. അപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമായി അവസാനിക്കുകയല്ലാതെ ആ പാർട്ടികൾക്ക് എന്ത് ചെയ്യാനാകും എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഇപ്പോഴത്തെ വിഭാഗീയതയും അധികാര ചർച്ചകളും ഇനി കേരള കോൺഗ്രസ് എം വിഭാഗത്തിലെ ഇപ്പോഴത്തെ പ്രതിസന്ധിയും ഒരേ സ്വരത്തിൽ പറയുന്നതും ഇതേ നിലനിൽപ്പിന്റെ പ്രശ്നം തന്നെയാണ്.